നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കേരളം വീണ്ടും ഇരുട്ടിലേക്ക്. രാത്രി 7-ന് ശേഷം കറണ്ട് പോകുമെന്ന KCB. മുന്നൊരുക്കം പാളി. മണ്ണിടിച്ചൽ മുൻകൂട്ടി കണ്ടെത്താൻ കണിച്ചാർ മടശ്ശേരിയിൽ മലയിൽ സംവിധാനം വരുന്നു. മേലെ ചൊവ്വയിലെ ഗതാഗത സ്തംഭനം പരിഹരിക്കാൻ തീരുമാനം. BJPക്ക് ദൈവവും വിശ്വാസം എന്നത് കൊള്ള നടത്താനും ജനങ്ങളെ വിഭജിക്കാനും മാത്രം. KC വേണുഗോപാൽ MP. അതൊരു അപമാനമല്ല, അധ്യാപകന്റെ വാക്കുകളുമായി മാത്രമേ തോന്നിയിട്ടുള്ളൂ. വിദ്യാർത്ഥികളുടെ പ്രതികരണം. ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം. ഡോക്ടർ റാമിന് മുൻകൂർ ജാമ്യമില്ല. നവ്യാജ പ്രചരണം പുതിയതല്ല, ഗൂഢലക്ഷ്യം തിരിച്ചറിയണം CPM. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സംസ്ഥാനം വീണ്ടും കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതും മൂലം വൈദ്യുതി ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചെന്നും വൈകുന്നേരം 7-ന് ശേഷം വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്നും KCB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വൈദ്യുതി ലഭ്യതയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫും പ്രതികരിച്ചു. പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാക്കുന്ന വൈദ്യുതിയുടെ ലഭ്യതയിലും കാര്യമായ കുറവുണ്ടെന്നാണ് KCBയുടെ വിശദീകരണം. സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ചത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 300 മുതൽ 400 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും കണക്ക് കൂട്ടുന്നു. UDF സർക്കാർ അധികാരമേറ്റ ശേഷം ആസൂത്രണത്തിൽ വൻ പാളിച്ച ഉണ്ടായതോടെയാണ് 10 വർഷത്തിനു ശേഷം വ്യാപകമായ ലോഡ് ഷെഡിംഗ് വേണ്ടി വന്നത്. പ്രതീക്ഷിച്ച മഴ ലഭിക്കാതെ താപനില ഉയർന്നതോടെ ഉപഭോഗം കുതിച്ചു. വായ്പ വാങ്ങിയ വൈദ്യുതി മടക്കി കൊടുക്കേണ്ട സമയവുമായിരുന്നു. പവർ എക്സ്ചേഞ്ചുകളിൽ വൈദ്യുതി ലഭ്യതയും ഇല്ലാതായി. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ട മുന്നൊരുക്കം നടത്തുന്നതിൽ പരാജയപ്പെട്ടതോടെയാണ് സംസ്ഥാനത്തെ സർക്കാർ ഇരുട്ടിലേക്ക് തള്ളിവിട്ടത്. KCB ഡാമുകളിൽ ആകെ സംഭരണശേഷിയുടെ 28% മാത്രമാണ് വെള്ളമുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം 24 ദശലക്ഷം യൂണിറ്റാണ്. ഉപഭോഗം 86.46 ദശലക്ഷം യൂണിറ്റും. കേന്ദ്രവിഹിതവും ഉയർന്ന വില നൽകിയുള്ള വൈദ്യുതി കരാറുകളും വഴിയാണ് നിലവിൽ പിടിച്ചു നിൽക്കുന്നത്. അതൊരു അപമാനമല്ല, അധ്യാപകന്റെ വാക്കുകളായി മാത്രമേ തോന്നിയിട്ടുള്ളൂ. വിദ്യാർത്ഥികളുടെ പ്രതികരണം. മണർക്കാട് നടന്ന അനുമോദന ചടങ്ങിൽ വിദ്യാർത്ഥികളെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ അപമാനിച്ചുവെന്ന വാർത്തകളിൽ പ്രതികരണവുമായി വിദ്യാർത്ഥികൾ രംഗത്ത്. തങ്ങൾക്ക് അതൊരു അപമാനമല്ലെന്നും സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞു തരുന്ന പോലെ മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഹിന്ദിക്ക് എത്ര A+ ഉണ്ടെന്ന് ചോദിച്ചു. കുറച്ച് ഹിന്ദി എഴുതാനും പറഞ്ഞു. സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ എഴുതി. അപ്പോൾ എഴുത്തിൽ തെറ്റുകൾ വന്നു. സ്കൂളിലെ അധ്യാപകർ പറഞ്ഞു തരും പോലെ അത് ശരിയാക്കി തരികയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്തു. ഇതാണ് സത്യത്തിൽ നടന്നതെന്നും വിദ്യാർത്ഥികൾ കൂട്ടിച്ചേർത്തു. പൊതുവേദിയിൽ അപമാനിക്കപ്പെട്ടതായി അനുഭവപ്പെട്ടോ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ലെന്ന് കുട്ടികൾ ആവർത്തിച്ചു പറഞ്ഞു. SSLC പരീക്ഷയിൽ A+ നേടിയവരെ ആദരിക്കുന്ന വിജയോത്സവം പരിപാടിയിൽ കുട്ടികളെ അക്ഷരം അറിയില്ലേ എന്ന് ചോദിച്ചോ ചെവിയിൽ പിടിച്ച് തിരിച്ച് അപമാനിച്ചു എന്നായിരുന്നു മാധ്യമങ്ങളിൽ വന്ന വാർത്ത. താൻ കുട്ടികളെ അപമാനിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും കുട്ടിയോട് ചോദിച്ചാൽ അത് ബോധ്യമാകുമെന്നും നേരത്തെ KT ജലീൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. മണർക്കാട്ട് ഇന്നലെ നടന്ന SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാൻ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ ജേതാക്കളും അവരുടെ രക്ഷിതാക്കളുമാണ് പങ്കെടുത്തത്. മണ്ണിടിച്ചിൽ മുൻകൂട്ടി കണ്ടെത്താൻ കണിച്ചാർ മാടശ്ശേരി മലയിൽ സംവിധാനം വരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം വരുന്നു. കണ്ണൂർ ജില്ലയിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ ഡാറ്റ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂർക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയ്ക്കടുത്ത് ചിലവിട്ട് സംവിധാനം സ്ഥാപിക്കുന്നത്. 2022-ൽ 34ഓളം മണ്ണിടിച്ചിൽ അനുഭവപ്പെട്ട പ്രദേശമാണ് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി മാടശ്ശേരി മലയിൽ ഓക്സൻസ് ലാബ് എന്ന സൗകര്യ ഗവേഷണ കമ്പനിയുടെ നേതൃത്വത്തിൽ ഈ വർഷം ജനുവരിയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി മണ്ണ് പരിശോധനയ്ക്കു ശേഷം 15 മുതൽ 20 മീറ്റർ വരെ ആഴത്തിൽ കുഴിച്ചോ സെൻസറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടത്തേണ്ടത്. IIT റൂർക്കിയുടെ നേതൃത്വത്തിലാണ് മലയുടെ ഉയരത്തിൽ നിന്നും താഴോട്ട് 8 പോയിന്റുകളിലായി സെൻസറുകൾ സ്ഥാപിക്കുക. മാടശ്ശേരി മലയിൽ സ്ഥാപിക്കുന്ന സംവിധാനം ഉപയോഗിച്ച് മണ്ണിന് സമാന
ഘടനയുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിൽ സാധ്യതയും പരിശോധിക്കാൻ കഴിയും. പൈലറ്റായി നടത്തുന്ന പദ്ധതി വിജയിച്ചാൽ സംസ്ഥാനത്തെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. നിലവിൽ ഇവിടെ നിന്നും കാലാവസ്ഥാ പ്രവചനത്തിനുള്ള ഡാറ്റ ശേഖരിക്കുന്നുണ്ട്. സെൻസറുകൾ സ്ഥാപിച്ച ശേഷം ഏകീകൃത പോർട്ടൽ സംവിധാനത്തിലൂടെ മഴ വിവരങ്ങളും മണ്ണിടിച്ചിൽ മുന്നറിയിപ്പും ശാസ്ത്രീയമായ രീതിയിൽ ലഭ്യമാക്കാൻ കഴിയും. നിയന്ത്രണം വിട്ട ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു, 2 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കുറ്റിക്കോൽ അത്തിയടുക്കത്ത് ആണ് അപകടമുണ്ടായത്. ഉച്ചതിരിഞ്ഞ് 3:30യോടെയാണ് അപകടമുണ്ടായത്. കുറ്റിക്കോലിൽ നിന്നും കൊട്ടോടിയിലേക്ക് അടയ്ക്കയുമായി പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ലോറി റോഡരികിൽ താഴെയുള്ള വീടിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ലോറി ഡ്രൈവർക്കും ഒപ്പമുണ്ടായിരുന്ന സഹായിക്കുമാണ് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ മേൽക്കൂരയും ചുവരുകളും തകർന്നു വീണു. വീടിനകത്ത് ആരുമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കണ്ണൂരിൽ വൻ ഡാൻസ് ഫെസ്റ്റിവൽ ജൂലൈ അവസാന വാരം നടക്കുന്നു. വിവിധ ഇനങ്ങളിൽ മത്സരിക്കാം. 2 ലക്ഷത്തിന്റെ സമ്മാനങ്ങൾ. ഉടൻ രജിസ്റ്റർ ചെയ്യൂ. വിളിക്കുക 944737. ചെറിയ കണ്ണി വലിപ്പമുള്ള വല ഉപയോഗിച്ച് മത്സ്യബന്ധനം പാടില്ല. പാപ്പിനിശ്ശേരി പുഴയിൽ ചെറിയ കണ്ണി വലിപ്പമുള്ള അനധികൃത വല ഉപയോഗിച്ച് രാത്രികാലങ്ങളിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നയിടത്ത് പരിശോധന നടത്തിയ ഫിഷറീസ് വകുപ്പ് അധികൃതർ അത്തരം വലകൾ പിടിച്ചെടുത്തു. കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അരുൺ സുരേഷ്, മറൈൻ എൻഫോഴ്സ്മെന്റ് ഗാർഡുമാരായ ഷംസുദ്ദീൻ, സജീവ്, റെസ്ക്യൂ ഗാർഡ് ശ്രീനാഥ് എന്നിവർ അടങ്ങിയ സംഘം പെട്രോളിംഗ് നടത്തിയപ്പോഴാണ് ചെറിയ കണ്ണി വലിപ്പമുള്ള വലകൾ പുഴയുടെ സമീപത്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. രാത്രികാലങ്ങളിൽ ഇത്തരം വലയാണ് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ചെറുമത്സ്യങ്ങളെ രാത്രികാലങ്ങളിൽ വളഞ്ഞു പിടിക്കുന്ന തരത്തിലുള്ള ഇത്തരം വലകൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം അനധികൃതമാണെന്ന് ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മേലെ ചൊവ്വയിലെ ഗതാഗത സ്തംഭനം പരിഹരിക്കാൻ തീരുമാനം. മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തിയും പൊട്ടിപ്പൊളിഞ്ഞ റോഡും മൂലം രൂക്ഷമായ ഗതാഗത സ്തംഭനം നേരിടുന്ന മേലെ ചൊവ്വ ജംഗ്ഷനിൽ വിവിധ നടപടികൾ സ്വീകരിച്ചു. ഒരാഴ്ചക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ടി.ഒ. മോഹനൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. ജംഗ്ഷനിലെ ജല അതോറിറ്റിയുടെ പ്രവൃത്തി 3 ദിവസം പൂർത്തിയാക്കണം. ഇതിനുശേഷം റോഡിന് റീടാറിംഗ് പ്രവൃത്തി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി ജൂലൈ 16 തുടങ്ങി പിറ്റേന്ന് പൂർത്തിയാക്കും. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പ്രയാസം സൃഷ്ടിക്കുന്ന വിധമുള്ള വൈദ്യുതി പോസ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ KCB മാറ്റി സ്ഥാപിക്കും. ഇതിനു പുറമെ മേൽപ്പാലം പണിയുടെ ഭാഗമായുള്ള പൈലിംഗ് പ്രവൃത്തിക്കു വേണ്ടി വരിവെച്ച വീപ്പകൾ ട്രാഫിക് പോലീസിന്റെയും ഊരാളുങ്കൽ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ ഒതുക്കി കൂടുതൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ അനുയോജ്യമായ സംവിധാനം ഒരുക്കും. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഈ നടപടികൾ പൂർത്തിയാക്കി പ്രശ്നത്തിന് വലിയ രീതിയിൽ പരിഹാരം കാണുമെന്ന് MLA പറഞ്ഞു. തിങ്കളാഴ്ച MLAയുടെ ഓഫീസിലായിരുന്നു യോഗം. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പീക്ക് അവറുകളിൽ ഗതാഗതം നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസുകാരെ മേഖലയിൽ വിന്യസിക്കാനും യോഗം തീരുമാനിച്ചു. ടാറിങ്ങിന്റെ സാധന സാമഗ്രികൾ ലഭിക്കാൻ പ്രയാസം നേരിടുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ കരാർ കമ്പനിയായ വിശ്വാസ മുദ്ര വഴി സാധനങ്ങൾ ലഭ്യമാക്കുമോ എന്ന് MLA ആരായുകയും വിശ്വാസമുദ്ര ഇത് അംഗീകരിക്കുകയും ചെയ്തു. മേലെ ചൊവ്വയിൽ 2 സർവീസ് റോഡുകൾ ഉൾപ്പെടെ മേൽപ്പാല നിർമ്മാണത്തിനായി 1.5 ഏക്കർ ഭൂമിയാണ് വേണ്ടത്. ഇതിൽ ഏറ്റെടുക്കാനുള്ള ഭൂമിയിലെ കെട്ടിടങ്ങളുടെ വില മൂല്യനിർണ്ണയം നടന്നു വരികയാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. മേലെ ചൊവ്വയിൽ വാട്ടർ ടാങ്കിന് മുന്നിലുള്ള KCB ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ KK സുബേർ, ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, ജല അതോറിറ്റി, KCB, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, പോലീസ്, ട്രാഫിക് പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഊരാളുങ്കൽ സൊസൈറ്റി വിശ്വാസ മുദ്ര പ്രതിനിധികളും പങ്കെടുത്തു. സ്വാഗത സംഘം രൂപീകരിച്ചു. PF പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആഗസ്റ്റ് 8 കണ്ണൂരിൽ നടക്കും. സംഘാടക സമിതി യോഗം കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് P. ഭരതൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ അരക്കൻ ബാലൻ, C.V. വിജയൻ, M. ഗംഗാധരൻ, K. അശോകൻ, സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ I.V. ശിവരാമൻ, വാടി പത്മിനി, സംസ്ഥാന കമ്മിറ്റി മെമ്പർ KV. ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K. പത്മനാഭൻ സ്വാഗതവും ട്രഷറർ KM. ശങ്കരൻ നന്ദിയും പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ K. മനോഹരൻ, CITU ജില്ലാ ജനറൽ സെക്രട്ടറി, വർക്കിംഗ് ചെയർമാൻ
പി ഭരതൻ, ജില്ലാ പ്രസിഡന്റ്, വൈസ് ചെയർമാൻമാർ കെ ഡി രാമചന്ദ്രൻ, ടി വി ലക്ഷ്മി, എം ഗംഗാധരൻ, ജനറൽ കൺവീനർ കെ പത്മനാഭൻ, ജോയിന്റ് കൺവീനർ മാർ ടി കെ വിനോദ്, ടി കെ ദിവാകരൻ, മേടപ്പത്തി നാരായണൻ, ട്രഷറർ കെ എം ശങ്കരൻ. സോപ്പ് നിർമ്മാണ പരിശീലനം. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറി സംഘടിപ്പിച്ച സോപ്പ് നിർമ്മാണ പരിശീലനത്തിൽ രാജീവൻ കാട്ടാമ്പള്ളി ക്ലാസ് എടുത്തു. സി മാധവൻ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ മേഖലാ പ്രസിഡന്റ് CK സിറാജ്, ലൈബ്രറിയൻ C വിദിന എന്നിവർ സംസാരിച്ചു. സജിത് കോട്ടയിൽ സ്വാഗതവും E രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം. ഡോക്ടർ റാമിന് മുൻകൂർ ജാമ്യമില്ല. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലെ 1-ാം പ്രതി ഡോക്ടർ MK റാമിന് മുൻകൂർ ജാമ്യമില്ല. ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളി. തലശ്ശേരി സെഷൻസ് കോടതിയും കേരള ഹൈക്കോടതിയും MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ക്ലാസ് മുറിയിൽ വെച്ച് നിതിൻ അധിക്ഷേപിക്കപ്പെട്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു. മനുഷ്യരഹിതമാണെന്നും മനുഷ്യത്വരഹിതമാണെന്ന വാക്കുകളാണ് മനസ്സിൽ വരുന്നതെന്നും വിദ്യാർത്ഥി അധ്യാപകർ മാനസികമായി പീഡനത്തിനിരയാക്കിയെന്നും കോടതി നിരീക്ഷിച്ചു. വിക്രംനാഥ്, സന്ദീപ് മെഹത്ത് എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ജാമ്യ ഹർജി തള്ളിയത്. നിതിനെതിരെ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്ന ഡോക്ടർ റാമിന്റെ വാദവും സുപ്രീം കോടതി തള്ളി. പരസ്യമായി നിതിനെ അധിക്ഷേപിച്ചതിന് മൊഴികൾ തെളിവായി ഉണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഏപ്രിൽ 10-ന് കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടിയ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. നിതിൻ രാജ് മരിച്ച കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റവും SC/ST വകുപ്പ് ചുമത്തിയുമാണ് അധ്യാപകർക്കെതിരെ ചക്കരക്കല്ലി പോലീസ് കേസെടുത്തത്. നിതിൻ രാജ് നിരന്തര അധിക്ഷേപത്തിന്റെ ഇരയായതായി കണ്ടെത്തിയിരുന്നു. മാർച്ച് 13 മുതൽ റാമും കേസിലെ 2-ാം പ്രതിയായ ഓറൽ പത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KT സംഗീത നമ്പ്യാരും പല വിധത്തിൽ നിതിൻ രാജിനെ അപമാനിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തു. സംഭവ ദിവസം പകൽ 12:30 മുതൽ 2 വരെ സ്റ്റാഫ് റൂമിലും പ്രിൻസിപ്പലിന്റെ മുറിയിലും ഡോക്ടർ റാം എത്തിയതും സംശയാസ്പദമാണ്. സ്റ്റാഫ് റൂമിലും പ്രിൻസിപ്പലിന്റെ മുറിയിലും ഡോക്ടർ റാം എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും സഹോദരിക്ക് നിതിൻ രാജ് അയച്ച ഓഡിയോ വാട്സ്ആപ്പ് സന്ദേശങ്ങളും തെളിവുകളായി ഹാജരാക്കിയിരുന്നു. എയർപോർട്ട് ജീവനക്കാർക്ക് ക്ഷേമനിധി ബോർഡ് നടപ്പാക്കണം. ജീവനക്കാർക്കായി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കണമെന്ന് കണ്ണൂർ എയർപോർട്ട് എംപ്ലോയീസ് യൂണിയൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. എയർപോർട്ട് ജീവനക്കാരുടെ കാലാനുസൃതമായ ശമ്പള വർധന നടപ്പാക്കുക, എയർപോർട്ടിലെ കരാർ ജീവനക്കാർക്കായി വിവിധ കമ്പനികൾ വിശ്രമമുറി അനുവദിക്കുക, അടച്ചിട്ട ക്യാന്റീൻ തുറക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ സമ്മേളനം മുൻ സ്പീക്കർ N ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ യൂണിയൻ മെമ്പർമാരുടെ മക്കളെ അനുമോദിച്ചു. യൂണിയൻ പ്രസിഡന്റ് M രതീഷ് അധ്യക്ഷനായി. CID ജില്ലാ വൈസ് പ്രസിഡന്റ് NV ചന്ദ്രബാബു, മട്ടന്നൂർ ഏരിയ സെക്രട്ടറി KK കുഞ്ഞിക്കണ്ണൻ, വിശാഖ്, TK രാജീവൻ, സുഷ്മ, ഷീന, വൈശാഖ്, സുരേഷൻ എന്നിവർ സംസാരിച്ചു. P സുധീഷ് സ്വാഗതവും K സനോജ് നന്ദിയും പറഞ്ഞു. ഭാരവാഹികൾ M രതീഷ്, P സുധീഷ്, K സനോജ്. വ്യാജപ്രചരണം പുതിയതല്ല, ഗൂഢലക്ഷ്യം തിരിച്ചറിയണം CPIM. കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് KK രാഗേഷിനെ ലക്ഷ്യമിട്ട് തുടർച്ചയായി വലതുപക്ഷ മാധ്യമങ്ങൾ ചമക്കുന്ന വ്യാജ വാർത്തകൾ ജില്ലാ സെക്രട്ടറി തള്ളിക്കളയുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റി ഐക്യകണ്ഠേനയാണ് ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയെ തുടർന്ന് ജില്ലാ സെക്രട്ടറിക്കെതിരായി മാധ്യമങ്ങൾ തുടർച്ചയായി നിർമ്മിത കഥകൾ ചമയ്ക്കുന്നതാണെന്നും അത് CPM-നെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം തന്നെയാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ജില്ലാ സെക്രട്ടറിയെ നിയമിച്ചതിനെതിരെ ദേശീയ നേതൃത്വത്തിന് ജില്ലയിൽ ചില നേതാക്കൾ പരാതി നൽകിയെന്നാണ് പുതിയ വ്യാജ നിർമ്മിതി. ആരാണ് പരാതി അയച്ചത്, ആർക്കാണ് അയച്ചത് എന്നൊന്നും വെളിപ്പെടുത്താതെ ഏതോ കേന്ദ്രത്തിൽ നിന്നും ബോധപൂർവം വാർത്തകൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. CPM-ൽ ജില്ലാ സെക്രട്ടറിയെ നിയമിക്കില്ലല്ല, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കുകയാണ്. കണ്ണൂർ ഐക്യകണ്ഠേനയാണ് ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുത്തത്. എന്നിട്ടും CPIM സംഘടനാ രീതി അപഹസിക്കുന്ന നിലയിൽ വാർത്തകൾ ഉണ്ടാകുന്നത് ബോധപൂർവമാണ്. പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ വലിയ വിമർശനമെന്ന നിലയിൽ കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായി. പോസ്റ്റിലെ കമന്റ് ഭാഗം പൂട്ടി എന്നിവർ ചിലർ വാർത്ത നൽകി. പാർട്ടി പ്രവർത്തകർ എന്ന വ്യാജേന ഉണ്ടാക്കിയ പ്രൊഫൈലുകളിലൂടെ അല്ലാതെയും പാർട്ടി ശത്രുക്കൾ നടത്തിയ സൈബർ ബുള്ളിനെയാണ് ജില്ലാ സെക്രട്ടറിക്കെതിരെ പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ആധികാരിക വാർത്തയാക്കി അവതരിപ്പിച്ചത്. എന്നാൽ അതിൽ വ്യാജ വിമർശനങ്ങളാണ് ഇരട്ടി. പിന്തുണയ്ക്കുന്നവർ ഉണ്ടായിരുന്ന എന്ന വസ്തുത ബോധപൂർവം ഇക്കുറി മറച്ചുവെച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ വിവാദം.
ഇതിനെല്ലാം പിന്നിൽ പാർട്ടിയെ അപഹാസ്യമാക്കുക എന്ന ബോധപൂർവമായ അജണ്ടയുമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷം എന്ന് തോന്നിക്കുന്ന വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയാണ് ആക്രമണം. ഇതിനെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. ഈ കാര്യം പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും തിരിച്ചറിയണമെന്നും സെക്രട്ടറി പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തുന്ന സമരത്തിന് ഡിവൈഎഫ്ഐയുടെ ഐക്യദാർഢ്യം. ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികൾ സർക്കാർ നിയമാനുസൃതമായി പ്രഖ്യാപിച്ച മിനിമം വേതനം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന സമരത്തിന് ഡിവൈഎഫ്ഐ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. 2025 ഡിസംബർ 27-ന് അന്നത്തെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന മിനിമം വേതനം കമ്മിറ്റിയുടെ അന്തിമ തീരുമാനം നടപ്പിലാക്കാൻ ആശുപത്രി മാനേജ്മെന്റ് തയ്യാറാവണം. തൊഴിൽ വകുപ്പും അധികാരികളും പ്രശ്നം പരിഹരിക്കാൻ ഇടപെടണം. ദിവസങ്ങളായി നീണ്ടുനിന്ന സമരത്തെ ഗൗനിക്കാത്ത അധികാരികളുടെ നടപടി പ്രതിഷേധാർഹമാണ്. ന്യായമായും നഴ്സുമാർക്ക് ലഭിക്കേണ്ട മിനിമം വേതനം ലഭ്യമാക്കാൻ വേണ്ടി നടത്തുന്ന സമരത്തിന് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന നഴ്സുമാരെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ, ജില്ലാ പ്രസിഡന്റ് കെ അനുശ്രീ, സംസ്ഥാന കമ്മിറ്റി അംഗം PM അഖിൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വൈഷ്ണവ് മഹേന്ദ്രൻ, അഖിൽ P ബാബു എന്നിവർ അഭിവാദ്യം ചെയ്തു. BJPക്ക് ദൈവവും വിശ്വാസവും എന്നത് കൊള്ള നടത്താനും ജനങ്ങളെ വിഭജിക്കാനും മാത്രം. KC വേണുഗോപാൽ MP. BJPക്ക് ദൈവവും വിശ്വാസവും എന്നത് കൊള്ള നടത്താനും ജനങ്ങളെ വിഭജിക്കാനും മാത്രമാണുള്ളതെന്നത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അയോധ്യയിൽ നടന്നത് വലിയ കൊള്ളയാണ്. അതിൽ ഖേദമുണ്ടെന്ന് RSS പറയുന്നതിൽ അത്ഭുതമുണ്ട്. അവരുടെ പ്രധാന നേതാവാണ് ഈ കൊള്ളയിലെ പ്രധാന പ്രതി. ക്ഷേത്രത്തിലെ മോഷണശേഷം കള്ളം ഖേദം പ്രകടിപ്പിച്ചാൽ അത് തീരുമോ? പ്രധാനമന്ത്രി നേരിട്ട് നിയമിച്ച ട്രസ്റ്റാണ് കൊള്ള നടത്തിയത്. വിശ്വാസികൾ കാണിക്കയിട്ട പണമാണ് അവർ മോഷ്ടിച്ചത്. വിശ്വാസത്തിന്റെ മേലുള്ള കടന്നാക്രമണമാണിത്. അയോധ്യയിൽ പേരിൽ 4 പതിറ്റാണ്ടായി അവർ നടത്തിയ പ്രചാരണം എന്തായിരുന്നുവെന്ന് ചോദിച്ച വേണുഗോപാൽ, അയോധ്യക്ക് പുറമെ ബദരിനാഥിലും കേദർനാഥിലും ഉൾപ്പെടെ ഹിന്ദു സമൂഹം ആരാധിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും BJPയും സംഘപരിവാറും കൊള്ളയടിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രശ്നം അയോധ്യയിൽ വിശ്വാസികളെ വഞ്ചിച്ച് സംഘപരിവാർ നടത്തിയ അമ്പലക്കൊള്ളയാണ്. ഇതിനെതിരെ കോൺഗ്രസ് രാജ്യവ്യാപക പ്രക്ഷോഭം ആരംഭിക്കും. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ അയോധ്യ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജി നിരീക്ഷിക്കുന്ന അന്വേഷണമാണ് കോൺഗ്രസിന്റെ ആവശ്യമെന്നും വേണുഗോപാൽ പറഞ്ഞു. അഡ്വക്കേറ്റ് TO മോഹനൻ MLA പുതിയ ഓഫീസ് ഉദ്ഘാടനം KC വേണുഗോപാൽ MP നിർവഹിച്ചു. SPCA ബിൽഡിംഗിലാണ് MLA ഓഫീസ്. തുടർന്ന് MLA ഹാളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, K സുധാകരൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ഡെപ്യൂട്ടി മേയർ KP താഹിർ, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK റസീന തുടങ്ങിയവർ പങ്കെടുത്തു. ഇരുപതാം തീയതി പാർലമെന്റ് സമ്മേളനം നടക്കാൻ പോവാണ്. ഈ രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ വെട്ടി നുറുക്കി പിളർക്കി CBI, അതുപോലെ ED, ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന മോഡിക്കും ഷായ്ക്കും എതിരെ എന്താ നിങ്ങൾ ചോദിക്കാത്തത്? ഇന്നൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മളെല്ലാം വിശ്വസിച്ചിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ വൻ കൊള്ളയാണ് നടത്തിയിരിക്കുന്നത്. ഇന്ന് RSS ഇന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഖേദമുണ്ടെന്ന്. ഇത് മോഷണം നടത്തി കഴിഞ്ഞിട്ട് കള്ളൻ ഖേദം പ്രകടിപ്പിച്ചാൽ തീരും? അത് സ്വർണവും പണവും മോഷ്ടിച്ച, അമ്പലത്തിൽ സ്വർണവും പണവും മോഷ്ടിച്ച മോഷ്ടാക്കൾ തന്നെ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുന്നതാണോ അത്? ഇത് വിശ്വാസത്തിനെതിരെയുള്ള കടന്നാക്രമണമല്ലേ? അയോധ്യയുടെ പേരിൽ ഈ നാട്ടിൽ 10-40 വർഷക്കാലമായിട്ട് അവർ നടത്തുന്ന പ്രചരണം എന്തായിരുന്നു? ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. ഈ വിശ്വാസത്തിനെതിരായിട്ടാണ് അവർ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത്. അയോധ്യയിൽ മാത്രമല്ല, ബദ്രീനാഥിൽ, കേദാർനാഥിൽ.
ഹിന്ദു സമൂഹം വിശ്വസിക്കുന്ന ഏറ്റവും മഹത്തരമായ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കാനായിട്ട് BJPയും സംഘപരിവാറും ഉപയോഗിക്കുകയാണ്. അവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ. കണ്ണൂരിൽ വൻ ഡാൻസ് ഫെസ്റ്റിവൽ ജൂലൈ അവസാന വാരം നടക്കുന്നു. വിവിധ ഇനങ്ങളിൽ മത്സരിക്കാം. 2 ലക്ഷത്തിന്റെ സമ്മാനങ്ങൾ. ഉടൻ രജിസ്റ്റർ ചെയ്യൂ. വിളിക്കുക 944737